പതിറ്റാണ്ടുകളായി പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് കയ്യിലടക്കി വെച്ചിരുന്ന ഒരു മണ്ഡലമാണ് മലപ്പുറം ജില്ലയിലെ താനൂർ മണ്ഡലം. മുസ്ലിം ലീഗിലെ തന്നെ പ്രമുഖരായ വ്യക്തികളായിരുന്നു താനൂർ മണ്ഡലത്തിലെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 തവണയായി ഇടതുപക്ഷത്തിൻ്റെ കൈകളിലാണ് താനൂർ നിയോജക മണ്ഡലമുള്ളത്. ഇത്തവണ താനൂർ പിടിച്ചെടുക്കണമെന്ന ദീർഘവീക്ഷണത്തോടു കൂടിയും തിരഞ്ഞെടുപ്പ് വാശിയോടുകൂടിയും മുസ്ലിം ലീഗ് കളത്തിലിറക്കിയിട്ടുള്ളത് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നവാസിനോട് സംസാരിക്കാം. UDF സ്ഥാനാർത്ഥി PK നവാസ് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്? താനൂരിനെ പ്രതീക്ഷ എന്താണ്? തീർച്ചയായും താനൂർ ഒരു തിരിച്ചുപിടിക്കലിൻ്റെ പോരാട്ടത്തിലാണ് ഞങ്ങളുള്ളത്. കഴിഞ്ഞ 2 ആഴ്ച കാലമായി താനൂരിലെ എല്ലാ ഗ്രാമപ്രദേശങ്ങളിലും ഞങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അവിടുത്തെ ജനങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശത്തിലാണ്, പ്രത്യേകിച്ച് സാധാരണക്കാരൻ. ഈ ഭരണമൊന്ന് മാറണമെന്ന് കേരളം ഒന്നടങ്കം ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ താനൂർ മാറണമെന്നും താനൂരുകാർ ആഗ്രഹിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. താനൂരിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു വാഗ്ദാനം, ജയിച്ചു വന്നാൽ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്താ? ഒറ്റ വാക്കിലൊരു വാചകം പറഞ്ഞ് പൂർത്തീകരിക്കാൻ സാധ്യമല്ല. കാരണം താനൂർ വൈവിധ്യമായ വ്യത്യസ്തമായ മേഖലകളെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു നിയോജക മണ്ഡലമാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു പൊതുവേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് സ്പോണ്ടേനിയസായി മറുപടി പറയുകയാണെങ്കിൽ കുടിവെള്ളമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഞാൻ പൊന്മുണ്ടം പഞ്ചായത്തിൽ ഇന്നലെ പോയി, ഇന്ന് പിന്നെ ചെറിയമുണ്ടം പഞ്ചായത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ജനങ്ങൾ നിരന്തരം പറഞ്ഞിരിക്കുന്നത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമുക്കറിയാം, ഒരു 3rd വേൾഡ് വാർ ഉണ്ടാവുകയാണെങ്കിൽ അത് കുടിവെള്ളത്തിൻ്റെ പേരിലാണെന്ന് പറയാം. തമിഴ്നാടും കേരളവും തമ്മിൽ തർക്കം നടക്കുന്നത് കുടിവെള്ളത്തിൻ്റെ അതിർവരമ്പുകളുടെ കാര്യത്തിലാണ്. ലോകരാജ്യങ്ങൾ പോലും പിന്നെ കരയുടെ അതിർത്തിക്കപ്പുറത്തേക്ക് കടലതിർത്തിയുടെ പേരിൽ തർക്കങ്ങൾ നടക്കുന്നൊരു കാലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു കാർഷിക സമൂഹമുള്ള, ഒരു കടലോര സമൂഹമുള്ള ഒരു നിയോജക മണ്ഡലം എന്ന രീതിയിൽ കുടിവെള്ളത്തിൻ്റെ ഒരു ഇല്ലായ്മ, വലിയ പ്രയാസവും പ്രതിസന്ധിയും ജനങ്ങൾക്കുണ്ട്. അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരു പക്ഷേ ഒറ്റയടിക്ക് ചോദിച്ചാൽ ആ വാഗ്ദാനം ഏറ്റവും പ്രധാനമായും കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രപ്പോസൽ ഉണ്ടാക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ താങ്കൾ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് MSFിൻ്റെ ഭാരവാഹികൾക്കൊരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ? തീർച്ചയായും വിദ്യാർത്ഥികളുടെ ഉദാഹരണത്തിന് വിദ്യാഭ്യാസ മേഖല, താനൂരിൻ്റെ വിദ്യാഭ്യാസ ഭൂപടം വളരെ ശൂന്യമാണ്. ആകെയുള്ളൊരു സർക്കാർ കലാലയം. ആ സർക്കാർ കലാലയം തന്നെ താൽക്കാലികമായൊരു കെട്ടിടത്തിൽ, ഒരു പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. പക്ഷേ അങ്ങോട്ട് മാറാൻ പോലും കഴിയാത്ത വിധം ശോചനീയമായ അവസ്ഥയിലാണ് ഒരു ഉദ്ഘാടനം നടന്നത്. മാത്രമല്ല, ഞാൻ തോന്നുന്നു 10 വർഷം മുമ്പ് ആരംഭിച്ചൊരു ഗവൺമെൻറ് കോളേജാണ് താനൂരുള്ളത്. അപ്പോൾ അതിൻ്റെ കെട്ടിടം ഉണ്ടാക്കിയെന്നാണ് 10 വർഷം കൊണ്ട് നിലവിലെ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതല്ല, ലോകത്ത് അതിനിടയിൽ വിദ്യാഭ്യാസപരമായ വലിയ വിപ്ലവങ്ങൾ നടന്നിരിക്കുന്നു. ആ വിപ്ലവത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന കോമ്പറ്റീറ്റീവായിട്ടുള്ള കുട്ടികൾ വളർന്നു വരാനുള്ള സാഹചര്യം താനൂർ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയിട്ട് പൊന്മുണ്ടത്ത് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാറ്റി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളും നടക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നത്, ലോകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പിന്നെ സ്പേസിലേക്ക് പോലും ടൂർ പോകുന്നതിനെക്കുറിച്ച് ലോകം ആലോചിക്കുന്ന കാലത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബിൽഡിംഗ് മാറ്റുന്നതിനെക്കുറിച്ച് മാത്രം ചർച്ചയിൽ എത്തി നിൽക്കുന്ന ഒരു പ്രദേശമെന്ന് പറഞ്ഞാൽ അത് വികസനപരമായി ഒരുപാട് പിറകോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ 10 വർഷക്കാലം ലോകം വലിയ മുന്നേറ്റം നടത്തുമ്പോഴും താനൂരിന് ആ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല വിദ്യാഭ്യാസ മേഖലയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അതിനുതകുന്ന രൂപത്തിലേക്കുള്ള ഒരു പാകപ്പെടുത്തലുണ്ടാകണം. അതിന് ഒരു നിയമസഭാ സാമാജികനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികൾ മുന്നോട്ട് വെക്കണം. മറ്റൊന്ന് കായിക മേഖലയാണ്. യുവാക്കളും ചെറുപ്പക്കാരികളും ഒക്കെ കായിക മേഖലയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ. വലിയ കായിക പ്രതിഭകളെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നൊരു ഇടമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ താനൂരിൻ്റെ കായിക ഭൂപടത്തിൽ നമ്മുടെ സ്ഥാനം എന്താണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നടന്ന സ്കൂൾ കായികോത്സവത്തിൽ ബൂട്ടണിയാൻ കഴിയാതെ നഗ്നപാദങ്ങൾ കൊണ്ട് പോരടിക്കേണ്ടി വന്ന ഒരു പറ്റം വിദ്യാർത്ഥികളെ സംഭാവന ചെയ്തു എന്നാണ് താനൂരിൻ്റെ ഭൂപടത്തിൽ പറയാനുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പൊന്നാനിയെ പോലെ ഒക്കെ ഉൾപ്പെടുന്ന ഒരു തീരദേശ മേഖല കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണല്ലോ താനൂർ. എങ്ങനെ തീരദേശ മേഖലയ്ക്ക് എന്താണ്? തീരദേശ മേഖലയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് നിർബന്ധമായി കൊണ്ടുവരേണ്ടതാണ്. അവരെന്നും ഏതെങ്കിലും ഒരു ഓണം സമയത്തോ ഒരു പെരുന്നാൾ സമയത്തോ ഏതെങ്കിലും മുതലാളിയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകളോ നയിക്കുന്ന കിറ്റിന് പിറകെ പോകേണ്ടവരാണ് എന്നൊരു തോന്നലാണ് പരമ്പരാഗത രാഷ്ട്രീയ ചിന്തകൾ ഈ നിയോജകമണ്ഡലത്തിൽ ഉള്ളത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് കിട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു 1-2 മാസം മുമ്പേ എന്തെങ്കിലും ഒരു പേരിൽ അവർക്ക് വില കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാം. അവരത് വാങ്ങിക്കേണ്ടവരും ഞങ്ങളത് നൽകേണ്ടവരുമായ ഒരു സവർണ്ണ ബോധമാണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ തീരദേശ നിവാസികളെക്കുറിച്ചുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക്
ഇത് ഭക്ഷ്യ നിയമം പാസ്സാക്കിയ ഒരു നാടാണ്. അപ്പോൾ അതിനവർക്ക് അവകാശമുണ്ട് എന്ന ബോധത്തിൽ അവർക്ക് ആവശ്യമായ എല്ലാ സർക്കാരിന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിക്കൊണ്ട് തന്നെ അവരെ സ്വയം പര്യാപ്തമാക്കുന്ന രൂപത്തിലേക്ക്, പ്രത്യേകിച്ച് തീരദേശ മേഖലയിലൊക്കെ അപാരമായൊരു ടൂറിസ്റ്റ് സാധ്യതയുള്ള പ്രദേശമാണ്. ഈ കഴിഞ്ഞ നോമ്പ് 29 പൂർത്തീകരിച്ച് പെരുന്നാൾ പിറ കാണുന്ന സമയത്ത് ഞാൻ തീരദേശത്തുണ്ട്. പെരുന്നാൾ ദിവസവും തീരദേശത്തുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ആ തീരദേശത്ത് വന്നു പോകുന്നത്. അത്രയും വലിയ അപാരമായൊരു ആഭ്യന്തര ടൂറിസത്തിൻ്റെ സാധ്യതയുള്ള ഒരു തീരദേശത്തെ ജനങ്ങൾ അവരിങ്ങനെ ആരെങ്കിലും കൊടുക്കുന്ന കിറ്റിന് പിറകെ പോകണം എന്ന് ഭരിക്കുന്നവരോ ഭരണാധികാരികളോ ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വമോ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളോ ഒക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതല്ലാത്തൊരു സമൂഹമായി അവർ മാറണമെന്നതാണ് ഞങ്ങൾ കാണുന്നിരിക്കുന്നത്. താനൂരിലെ നിലവിലെ MLA തിരൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറഞ്ഞത് താനൂരിൽ എന്തുകൊണ്ടും സേഫാണ് നിലവിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി, അത്രത്തോളം വികസനങ്ങൾ താനൂരിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് MLA പറയുന്നത്. എന്താണ് അതിന് നമുക്ക് 9-ാം തീയതി വരെ കാത്തിരിക്കാമല്ലോ. 9-ാം തീയതി പോളിംഗ് കഴിഞ്ഞാൽ റിസൾട്ട് വരുന്ന സമയത്ത് അത് വ്യക്തമാവും. അതുപോലെ തന്നെ താനൂർ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ CH മുഹമ്മദ് കോയ മുതൽ E അഹമ്മദ് സാഹിബ് തുടങ്ങിയ അബ്ദുറഹ്മാൻ രണ്ടത്താണി വരെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ പ്രതിനിധീകരിച്ചൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തെ തിരിച്ചുപിടിക്കാൻ പാർട്ടി ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ്. അത് വലിയ ആത്മസംതൃപ്തിയുണ്ട്. താനൂർ നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ച് മഹാനായ CH ബാഫിക്ക് തങ്ങൾ, സി ഹാജി ഉൾപ്പെടെ പ്രഗത്ഭരായ നേതാക്കൾ മത്സരിച്ചൊരു മണ്ഡലമാണ്. ഭൂമിശാസ്ത്രപരമായ അലൈൻമെൻറ്റുകൾക്ക് പലപ്പോഴും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ മണ്ഡലത്തിൻ്റെ ഒരു ഗതകാല സ്മരണകൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ പൂർവികകാല നേതാക്കന്മാരുടെ കാൽപാദങ്ങൾ കൊണ്ടും അവരുടെ ഭരണമികവ് കൊണ്ടും നേടിയിട്ടുള്ള ഒരു പ്രദേശമാണ്. ആ നിയോജകമണ്ഡലം തിരിച്ചു പിടിക്കാൻ പാർട്ടി ചുമതല ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നത് സവിശേഷമായും സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് പൂർത്തീകരിക്കാൻ പാർട്ടി പ്രവർത്തകന്മാർ, UDF പ്രവർത്തകന്മാരൊക്കെ സജ്ജമായി രംഗത്തുണ്ട്. അത് സാധ്യമാകുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അതുപോലെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും PK ഫിറോസും കഴിഞ്ഞ 2 തവണ പരാജയപ്പെടുത്തിയൊരു മണ്ഡലം കൂടിയാണ്. അതാണ് ഇടതുപക്ഷത്തിനുള്ള ആത്മവിശ്വാസം. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? VS അച്യുതാനന്ദൻ കേരളത്തിൽ പലതവണ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവാതിരുന്നിട്ടില്ല. കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ K കരുണാകരൻ പരാജയപ്പെട്ട് നമ്മളൊക്കെ പറയാറുണ്ട്, രാഷ്ട്രീയ പുസ്തകം വായിക്കുന്നവർക്കറിയാം, ഒരു അംബാസിഡർ കാറിലേക്ക് കൊള്ളാവുന്ന എണ്ണത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചുരുങ്ങിയിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മറ്റ് മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു പരാജയം കൊണ്ടെല്ലാം അവസാനിച്ചു പോകുമെന്നുള്ളതല്ല. പരാജയങ്ങളൊക്കെ താൽക്കാലികമായി സംഭവിച്ചതാണ്. സ്ഥായിയായ രാഷ്ട്രീയ മാറ്റം താനൂരിൽ ഉണ്ടായിട്ടില്ല. അതിപ്പോൾ എല്ലാ ഘട്ടത്തിലും നിങ്ങൾക്ക് താനൂരിൻ്റെ ഒരു രാഷ്ട്രീയം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അടിസ്ഥാനപരമായി ഇതൊരു UDF നിയോജക മണ്ഡലമാണ്. അവിടെ കിറ്റിൻ്റെ പേര് പറഞ്ഞോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗിമ്മിക്സുകൾ കാണിച്ചോമാണ് ഈ മണ്ഡലത്തെ പിടിച്ചു വെത്തവർ കഴിഞ്ഞത്. ഞങ്ങളതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അങ്ങനെയുള്ള ഏതെങ്കിലും പൊളിറ്റിക്കൽ ഗിമ്മിക്സിൻ്റെ ലൂക്കോൾ കിട്ടുമെന്ന് കരുതിയിട്ട് ഇടതുപക്ഷം കാത്തിരിക്കേണ്ട എന്ന് എനിക്ക് അവർ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. ഏതായാലും UDF സ്ഥാനാർത്ഥി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.